അപ്പോൾ അവിടെ കണ്ടതേ മാങ്കുറിശ്ശിക്കാവിലെ പൂരാണ്, ഉത്സവമാണെന്ന്. മാങ്കുറിശ്ശി എന്ന് പറയുമ്പോൾ നമ്മുടെ തച്ചമ്പാറ പഞ്ചായത്തിലുള്ള മാങ്കുറിശ്ശിയാണ്. വേറൊരു അമ്പലം കൂടി ഉണ്ട്, മുതുകുറിശ്ശി പറയും, അത് വമ്പൻ പൂരാണ്. പക്ഷെ ഇത് ചെറിയൊരു ക്ഷേത്രമാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാലക്കാട് ജില്ലയിൽ ഏകദേശം മൊത്തം ഉത്സവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും പാലക്കാട് ജില്ലക്കാർ എന്ന് പറയുമ്പോൾ ഉത്സവപ്രേമികളാണ്. ആന, ചെണ്ട, വാദ്യങ്ങൾ, അങ്ങനെ എല്ലാ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള കലാചാരങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരാണ്. പാലക്കാട്ടുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ വാഴമ്പുറം പഞ്ചായത്തിൽ നിന്ന് വരുന്ന വഴിയാണ്. ആ റോഡൊക്കെ കുറച്ചൊക്കെ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് കുറേ നാളായി ഈ വഴിയൊക്കെ വന്നിട്ട്. അപ്പോൾ പിന്നെ നേരെ നമ്മൾ കിളിരാനി എത്തി, നമ്മുടെ കോങ്ങാട് മണ്ണാർക്കാട് റോഡ്. അപ്പോൾ രാവിലെ ഞാൻ കരിമ്പുഴ പോയിരുന്നു. കരിമ്പുഴ പോയിട്ട് അവിടെ എന്താ പറയുക, ബലിതർപ്പണം, അതായത് മരിച്ചു പോയ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക പിന്നെ കർമ്മങ്ങൾ ചെയ്യും. അത് ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ കണ്ടത് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, അവിടുത്തെ ക്ഷേത്രം രാവിലെ തുറന്നിട്ടില്ല. കാരണം അടുത്ത ഒരാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ആചാരം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രം പിന്നെ പിറ്റേ ദിവസമാണ് തുറക്കുക. അത് ഒരു സംസ്കാരം കൂടിയാണ് നമ്മുടെ. ചില ആൾക്കാർ പറയും അന്ധവിശ്വാസമാണെന്ന്, ചില ആൾക്കാർ പറയും വിശ്വാസമാണെന്ന്, എന്തോ ഒക്കെ. എന്നാലും വിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും ഒന്ന് തന്നെയല്ലേ വിശ്വാസം, അല്ല വേറൊന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ ആ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ കരിമ്പുഴ റോഡ് എന്താണ് വളരെ എന്താ പറയുക, ഒരു ഫിനിഷിംഗ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. റോഡിൻ്റെ കോൺട്രാക്ടർമാർ ശരിക്കും ചെയ്യേണ്ട പണിയാണ്. എന്തായാലും അതിൽ ഒരു കള്ളത്തരം ഉണ്ടായ പോലെ അത് കറക്റ്റായിട്ട് ഒരു ടാറിങ് മാത്രമാണ്, ഒരു പ്രാവശ്യം ടാറിങ് മാത്രമാണ് അതിൽ നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ റീടാറിങ് ഉണ്ടായിട്ടില്ല. അപ്പോൾ റോഡ് ഏകദേശം ഒരു മഴയും കൂടി പെയ്താൽ അത് പിന്നെ ആ റോഡ് വിള്ളാനും പൊട്ടിപ്പൊളിയാനൊക്കെ തുടങ്ങും. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ഡ്രൈനേജ്, അതായത് രണ്ട് വശത്തും സ്ലാബുകൾ ഇട്ടിട്ടില്ല. പിന്നെ സ്ലാബ് ഇടാതിരിക്കാനാണോ ഇനി എന്തോ അറിയില്ല. പക്ഷെ അത് വല്ല അപകടങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ രാത്രിയിൽ പിന്നെ പല ബൈക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളതിൽ വീണ് കഴിഞ്ഞാൽ, പിന്നെ അത് മാത്രമല്ല അവിടെ രാത്രിയിൽ വരുമ്പോൾ, പകല് നമുക്ക് പിന്നെ വെളിച്ചം ഉണ്ട്. അപ്പോൾ രാത്രിയിൽ വരുമ്പോൾ വെളിച്ചം നമുക്ക് വണ്ടിയുടെ ലൈറ്റ് ഉണ്ടായിട്ടും പ്രയോജനമില്ല. വഴിവിളക്കുകൾ അവിടെ ഇല്ല, അത് കരിമ്പുഴ പാലം വരെ. അപ്പോൾ എന്താണ് നമ്മുടെ അധികാരികൾ ഇങ്ങനെയെന്നാണ് അറിയാത്തത്. കാരണം ഒക്കെ അവനവൻ്റെ കീശയിലേക്ക് മാത്രം പൈസ എടുക്കുക. ഈ ജനങ്ങൾക്ക് എന്താ പറയുക, പിച്ചക്കാർക്ക് കൊടുക്കുന്ന പോലെ 1-2 രൂപ കൊടുക്കണ പോലെ കൊടുക്കുക. അതിലൊരു അർത്ഥമില്ല. അപ്പോൾ നമ്മളിനി നേരെ മണ്ണാർക്കാട്ടേക്കാണ്. മണ്ണാർക്കാട് എത്രേൻ്റെ മുന്നേ നമുക്ക് എന്തെങ്കിലും പറയാം. നമുക്ക് ഈ ഒഴിഞ്ഞ റോഡുകൾ കിട്ടുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ മനസ്സ് തുറന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആരും മനസ്സ് തുറന്ന് പറയണില്ല, ഒന്നും ഒരാളും മനസ്സ് തുറക്കണില്ല. ഒക്കെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഓരോ രീതിയിൽ പൂഴ്ത്തി വയ്ക്കുകയാണ്. അതൊക്കെ അവരുടെ ഇഷ്ടം. നമ്മളിപ്പോൾ അതിലൊന്നും എന്താ പറയുക പോയി ചാടാൻ നിൽക്കണില്ല. എന്തോ ഒരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളായിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയൊക്കെ തമ്മിൽ അടുപ്പിക്കുകയാണ്. ഏതോ ഒരു ബീഫ് കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നത്. എനിക്ക് ബീഫ് വേണ്ട, ഞാൻ കഴിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പെണ്ണ് അഭിനയിക്കണത്. എന്നിട്ട് എന്താ പറയുക, അത് നിർബന്ധിച്ചിട്ട് കഴിപ്പിക്കുക. അത് വലിയ കോലാഹലമായി. ആദ്യത്തെ ഒരു കേരള സ്റ്റോറി ഉണ്ടായിരുന്നു, രണ്ടാമത്തത് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ,
അതിൽ അഭിനയിച്ച ആൾക്കാർ ഒരാളും മലയാളികളല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മലയാളികളാണെങ്കിൽ അത് കേരള സ്റ്റോറി എന്നിടാം. ഇതിപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയ ഡയറക്ടർമാരും അല്ല അതിൻ്റെ ക്യാമറാമാൻമാരും എല്ലാവരും പാടെ എന്താ പറയുക, അത് ഒരു രണ്ട് തരം ഉള്ള സ്വഭാവമാണ്. അത് ശരിക്കും അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്കിപ്പോൾ അത് കാണണമെന്നോ അതപ്പോൾ കണ്ടിട്ടിപ്പോൾ അതിൻ്റെ അഭിപ്രായം പറയണം. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് പറയും, മോശം കണ്ടാൽ മോശം പറയും. അതിപ്പോൾ ഞാൻ മോശമാണെങ്കിൽ നിങ്ങൾ മോശം എന്നല്ലേ പറയുള്ളൂ, ഞാൻ നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ലത് എന്നല്ലേ പറയുള്ളൂ. ഇപ്പോൾ KSRTC ബസ്സിനെ ഇഷ്ടമല്ലാത്തവർ എത്ര ആൾക്കാരുണ്ട്. എനിക്ക് KSRTC ബസ്സിനെ ഇഷ്ടമാണ്. അത് എങ്ങനെയായാലും എന്തായാലും ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും കേരള സ്റ്റോറി. അപ്പോൾ നമ്മളൊക്കെ ഏത് സ്റ്റോറിയിലാണ് ജീവിക്കുന്നതാണ് അറിയാത്തത്. നമ്മുടെ മണ്ണാർക്കാട്ടിലേ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ അരപ്പാറന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, വാടമ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റിൽ തുടങ്ങി. ഇപ്പോൾ ഇവിടെ മണ്ണാർക്കാട് മൊത്തം ഏരിയയിൽ, ഇപ്പോൾ പാലക്കാട് ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും, മൊത്തത്തിൽ ഭയങ്കര കാറ്റും മഴയും. എൻ്റെ അമ്മ പറയാണ്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഉള്ളേരിയകളൊക്കെയാണ് ആകെ പ്രശ്നം. ഈ തെങ്ങും വാഴയും കഴുങ്ങും പിന്നെ അതേപോലെ തന്നെ മരത്തിൻ്റെ കമ്പും മരങ്ങളും ഒക്കെ പൊട്ടി വീണിട്ട് ചിലപ്പോൾ എന്താ പറയുക, നമുക്ക് വണ്ടി കൊണ്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ് നമ്മളൊക്കെ ഡ്രൈവിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ റോഡിൽ നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും അത് എപ്പോഴാണ് എവിടുന്നാണ് ചാടുക ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതും നമ്മൾ വളരെ എന്താ പറയുക ശ്രദ്ധിച്ചു പോകണം. പിന്നെ അത് മാത്രമല്ല, കറണ്ടില്ല. കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാവരും കളിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോ ആളുകളും എന്താണ് സംസാരിക്കണത്. കാരണം കേരളത്തിൽ മഴ പെയ്താൽ അല്ലെ മഴ ചാറിയാൽ കറണ്ട് പോവാണ്, എന്താണ് അതിൻ്റെ സിസ്റ്റം എന്താണ് എന്നൊക്കെ. അപ്പോൾ അപ്പോഴേ നമ്മുടെ മണ്ണാർക്കാടിൽ നിന്നല്ല പാലക്കാട് ജില്ലയിൽ മൊത്തം ചിലപ്പോൾ കറണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം എന്താണ് കാട്, അല്ലെങ്കിൽ പിന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ പാലക്കാട് ജില്ല. കാരണം റോഡിൻ്റെ കാര്യത്തിൽ തന്നെ പറയാം. കാരണം റോഡിൻ്റെ രണ്ട് വശങ്ങളിലും നമ്മൾ ഈ മരങ്ങൾ വെട്ടാത്തത് കൊണ്ടും അതേപോലെ ഈ തേങ്ങ ഇടാത്തതുകൊണ്ടും തെങ്ങിൻ്റെ പിന്നെ എന്താ പറയുക ഓലമടൽ വെട്ടാത്തതുകൊണ്ടും ഒക്കെ ചിലപ്പോൾ റോഡിലേക്കാവും അധികം വീഴുക. അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മളൊക്കെ വലിയ എന്താ പറയുക പേടിച്ചിട്ട് വേണം ഡ്രൈവിങ് ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ രാത്രി ഏകദേശം മഴയുള്ള സമയത്തൊക്കെ ആളുകൾ പാർക്ക് ലൈറ്റ് ഇല്ലാതെയാണ് പോണത്, അതേപോലെ ഹെഡ്ലൈറ്റ് ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നഗരത്തിലേന്ന് മാത്രമല്ല നാട്ടിലിപ്പോൾ ഇനി ഒരു തുള്ളി വെളിച്ചം ഉണ്ടാവില്ല. കാരണം മൊത്തം എന്താ പറയുക ഇരുട്ടായിരിക്കും. ഇന്നിപ്പോൾ ഇന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ 12 മണിക്കോ പുലർച്ചയ്ക്കൊക്കെയാണ് ശരിക്കും കറണ്ട് വരിക. അപ്പോൾ ഇനിയിപ്പോൾ അധികമുള്ള ആൾക്കാരുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടാവും, 1-2 ഇൻവെർട്ടർ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ
നമ്മൾ പിന്നെ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പരമാവധി എന്താ പറയുക മഴയുള്ള സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ അപകടത്തിൻ്റെ പരമ്പരകൾ ഓരോന്നോരോന്നും ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നഗരത്തിലെ യാത്ര എന്ന് മാത്രമല്ല കേട്ടോ മൊത്തത്തിലേ. അപ്പോൾ നമ്മളൊരു കേരള സ്റ്റോറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേരള സ്റ്റോറി ആരുണ്ടാക്കി, എന്തിനുണ്ടാക്കി എന്നൊക്കെ ഇവിടുത്തെ ആളുകൾ അന്വേഷിക്കണം. കാരണം മൊത്തത്തിലെ ആളുകൾക്ക് എന്താ പറയുക പിന്നെ ആശങ്കയാണ്. കാരണം ആശങ്ക എന്ന് മാത്രമല്ല കേട്ടോ, ഒരു തരം എന്താ പറയുക വിഭ്രാന്തി എന്ന് പറയും. അപ്പോൾ ശരിക്കും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കേരള സ്റ്റോറി അതേപോലുള്ള ഓരോ സ്റ്റോറികൾ കൊണ്ടുവരുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തരം കോംപ്ലക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കൊണ്ടും എങ്ങനെ ഒരു സമൂഹത്തെ ചൂഷണം ചെയ്യാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ പറയും പോലെ ഈ ആളുകൾ രാത്രി ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും എന്താ പറയുക, ഒന്നാമത്തത് ഈ ലൈറ്റില്ലാത്ത, അപ്പോൾ ചൂഷണം ചെയ്യാൻ ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഈ മന്ത്രി സഭയിലുള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും വിദ്യാഭ്യാസം ഉണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വീണ ജോർജ് പറയണ്ടായിരുന്നേ, പിന്നെ അതായത് അത് വീണ ജോർജ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവർമാർ ആശുപത്രികളിൽ കൊണ്ടുപോയിട്ട് കമ്മീഷൻ വാങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഒരിക്കലും പറയാൻ പാടില്ല. അവർ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് തന്നെ തെറ്റാണ്. ഇനി വേറൊന്നും കൂടി പറയാം, അവർ ഇപ്പോൾ മന്ത്രിയായിരിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഇവർ മന്ത്രിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ കോലാഹലങ്ങളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ഓരോ കാട്ടിക്കൂട്ടുമ്പോൾ ആർക്കായാലും അത് പിടിക്കില്ല. ശരിക്കും വെറുത്തുപോയി കേരളത്തിലെ എന്താ പറയുക, കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും പിന്നെ ഇപ്പോൾ എന്താ പറയുക ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ മൊത്തത്തിൽ വെറുത്തു. ഇനിയിപ്പോൾ ഇത് വെറുപ്പിച്ചിട്ട് എന്താണ് അവ ചെയ്യാൻ പരിപാടി എന്നറിയാത്ത എന്തോ നമുക്കിതൊന്നും ഒരു പിടുത്തം കിട്ടാത്ത കഥയിലൊക്കെയാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേരള സ്റ്റോറി ആയാലും വേണ്ട, ഇന്ത്യൻ സ്റ്റോറി ആയാലും വേണ്ട, ഇനി വേൾഡ് സ്റ്റോറി ആയാലും വേണ്ട, എന്ത് കഥയായാലും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ എന്താ പറയുക തിരക്കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ഇപ്പം ഈ ഞാനടക്കം ചിലപ്പോൾ മൊത്തത്തിൽ പൊട്ടന്മാരാവും, എന്തോ നമുക്കറിയില്ല.